ഹായ്, അപ്പം വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനിറ്റയ്ക്ക് 9 മന്ത്സാണ് പ്രഗ്നൻസിൻ്റെ. അപ്പം സിസേറിയനാണ് കാണിക്കുന്നത്. കോഴിക്കോട് കൊട്ടപ്പറമ്പ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം ഡെലിവറി അടുത്തു. 24 ഡോക്ടർ കാണിക്കുന്ന ദിവസം ഡോക്ടർ കാണിച്ചു. അപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ട്. ബുധനാഴ്ച അഡ്മിറ്റ് ആവണം. വെള്ളിയാഴ്ചയാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അയക്കണം. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തത്. ഞാൻ 4 കൊല്ലം മുമ്പാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ പാക്ക് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ് അയക്കണം. അപ്പം ആ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ആദ്യം കുഞ്ഞാവിൻ്റെ ബാഗാണ് പാക്ക് ചെയ്യുന്നത്. എനിക്ക് അറിയുന്ന പോലെ ഇങ്ങനെ കട്ടിന് ശേഷം പറഞ്ഞ പോലെ ഞാൻ പാക്ക് ചെയ്യുന്നത്. അതിലൊരു തുണി സാരി കട്ട് ചെയ്യാതെ ഒരെണ്ണം വെച്ചിട്ട്, പിന്നെ ഒരു സാരി മുറിച്ച് പീസാക്കി കിട്ടുന്ന കുറേ പീസുകളുണ്ട്. അതൊക്കെ പുല്ലാറിയുള്ളതാണ്. പിന്നെ വെള്ള തുണി കട്ട് ചെയ്തിട്ട് 4 ഭാഗം അടിച്ച് വെച്ചതാണ്. അത് തിരുമ്പി എടുത്തുവെച്ചതാണ്. പേപ്പർ നോക്കിയിട്ട് എടുത്തുവെച്ചതാണ്. പിന്നെ ഒരു ടർക്കി വാങ്ങിയിട്ടുണ്ട്. അത് സോഫ്റ്റ് കട്ട് ചെയ്ത ഒരു ടർക്കി. പിന്നെ ഇത് കുഞ്ഞാമത്തുള്ള ഡ്രസ്സാണ്. ഇത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡെറ്റോളിട്ട് തിരുമ്പി എടുത്ത് വെക്കണമെന്ന്. അങ്ങനെ തോർത്ത് ഒരു ഡ്രസ്സ് കെട്ടിടുന്ന ഇപ്പോൾ ഡെറ്റോളിൻ്റെ വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചണം. പിന്നെ 2 തോർത്ത് ഒരു ടർക്കി പോലത്തെ നമ്മൾ മേലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടർക്കി. ഞാൻ വാങ്ങിയത് ചെറിയ ഷീറ്റാണ്. ചെറുത് വലുത് വാങ്ങുന്നുണ്ട്. ഇത് ഹോസ്പിറ്റലിലേക്ക് ആയപ്പോൾ ചെറുത് വാങ്ങുന്നത് ഷീറ്റ് വരുന്നത്. പിന്നെ സോഫ്റ്റ് ആണല്ലേ. ഇത് ഞാൻ ചെറുതൊക്കെ വാങ്ങിയത്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ടില്ല, വാങ്ങണം. പിന്നെ 2 ടർക്കി. അത് കുറച്ച് കട്ടിയിലാണ് ഇറക്കിയാണ്. മഴയൊക്കെ അല്ലേ, അപ്പോൾ എന്താണ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ടർക്കി വെച്ചിട്ടുണ്ട്. ഇത് ഷീറ്റ് തിരുമ്പിയിട്ടില്ല. ടർക്കി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ ഇവിടേക്ക് കോട്ടപ്പുറത്ത് ഹോസ്പിറ്റലിൽ എനിക്ക് സിസേറിയനാണ് പറഞ്ഞിട്ടുണ്ടേ. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഡോക്ടറെ കാണിച്ചാൽ അറിയാം. വെള്ള ബ്ലൗസും വെള്ള മുണ്ടുമാണ്. അപ്പം അത് ഏറ്റോളിട്ടിട്ട് തിരുമ്പിയിട്ട് എടുത്ത് വെച്ചതാണ്. അത് ഈ കോട്ടൻ്റെ മോള് എന്ന് വെച്ചാൽ ആ കൂടുതലുള്ള ആൾക്കാർക്ക് എടുത്ത് കൊടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നത്. പിന്നെ 4 തോർത്ത് വാങ്ങിയിട്ടുണ്ട്. 3 തോർത്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പാക്ക് ചെയ്തിരുന്നു. കുട്ടിയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരുന്നു. പിന്നെ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. വെള്ള തുണികൾ കുറേ ആവശ്യം വരും. അപ്പോൾ മുണ്ട് കീറിയിട്ട് ഇട്ട് വെച്ചത് അതൊക്കെ ഇതൊന്നും പക്കടിച്ചിട്ടില്ല. പിന്നെ അതുപോലെ 2-3 ബ്ലൗസ് ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്ലൗസ് ഇത് വെച്ചതാണ്. ബാക്കി 2 ബ്ലൗസ് ഇവിടെ ഉണ്ട്. ഒരു ബ്ലൗസ് മാത്രമേ അവൻ്റെ ബാഗേജ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു ബ്ലൗസ് ഇരുന്നതാണ്. ഇത് മുണ്ട് കീറിയിട്ട് വെച്ചതാണ്. ഇത് വെള്ള തുണി കുറേ ആവശ്യമില്ല. ആവശ്യം നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ അടിച്ചു വെച്ച സാധനത്. പിന്നെ എനിക്ക് 2 ബ്ലൗസ് 3 ബ്ലൗസ് അടിപ്പിച്ചിട്ടുണ്ട്. ഒരു ബ്ലൗസ് ശരിക്കും പുറത്തേക്ക് വരുമ്പോൾ വെള്ള ഇട്ട് കണ്ടിട്ട് 2 ബ്ലൗസ് വെച്ചിട്ട് കുടുംബം പറഞ്ഞതുകൊണ്ട് ഇത് 2 വലിയ ഇതുകൊണ്ട് എന്നാൽ വെള്ളയാണ് ഇടുക എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല കറക്റ്റ്. അപ്പോൾ അതിനുള്ള ബ്ലൗസും മുണ്ടുകളും അത് 5 ദിവസം 5 ദിവസം പറയുന്നത് അറിയില്ല എന്താണ്. അപ്പോൾ അത് ബ്ലൗസും മുണ്ടും അത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ആഴ്ചയിൽ പുറത്തേക്ക് വരുമ്പോൾ ചിലവർ ഗവൺമെൻറ് ആശുപത്രിയിൽ മാറ്റിക്കുന്നു പറഞ്ഞു. ചിലവർ മാറ്റിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചത് ഒരു ടോപ്പ്, പിന്നെ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി, പിന്നെ ഒരു പീസ് വൈറ്റ് തുണി, പിന്നെ പാഡ്, അതൊക്കെ വെച്ചത് ടോപ്പ്. എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ചേച്ചി പറഞ്ഞത് എടുത്ത് വെച്ചതാണ്. എനിക്ക് അറിയില്ല. ചിലപ്പോൾ വൈറ്റ് തന്നെയാണെങ്കിൽ ഇടിക്കുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടാവും. ഇതിൻ്റെ എടുത്ത് വെക്കാൻ ഒരു നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എടുത്ത് കൊടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഓപ്പൺ നൈറ്റി, പിന്നെ ഇത് ഓപ്പൺ നൈറ്റി, പിന്നെ ആവശ്യം വന്നാൽ എങ്ങനെയാക്കാൻ അതുകൊണ്ട് ഒരു കവർ എടുത്ത് വെച്ചത്. പിന്നെ ഈ കവർ എടുത്ത് വെച്ചത് എന്താ വെച്ചാൽ നമ്മൾ അവിടുന്ന് തിരുമ്പാനുള്ളത് നമുക്ക് കൊണ്ടുപോകുമ്പോൾ വേറെ തന്നെ കവർ എടുക്കണം. ഹോസ്പിറ്റലിൽ കൊടുത്തയക്കാൻ സുഖത്തിന് കവർ എടുത്ത് കൊടുത്തയക്കണം. അതിനെ കൊണ്ട് എടുത്ത് വെച്ചാൽ ഒരു കവർ നമ്മളെ തിരുമ്പാള ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച കവർ. പിന്നെ പിന്നെ 2 ബെഡ്ഷീറ്റ് കോട്ടൻ്റെ വേണം കേട്ടോ. കോട്ടൻ്റെ തന്നെ ഇത് കോട്ടൻ്റെ അത് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള പാക്കിംഗ് സാധനങ്ങൾ. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് മറന്നു പോകാൻ വേണ്ടിയിട്ട് ആ പാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് കവറാക്കി വെച്ചത്. തിരക്കിനിടയിൽ മറന്നു ഇനി ഇവിടേക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്. പിന്നെ ഞാനൊരു ബോക്സിൽ ഒരു ഷാമ്പൂൻ്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീർപ്പ്, പിന്നെ സോപ്പ്, പിന്നെ സോപ്പ് വെട്ടി 2 ബണ്ണ് മുടി വെച്ചിട്ട് കൊണ്ടുപോകാം. പിന്നെ ഷേവിട്ടത്, പിന്നെ ഒരു ക്ലിപ്പ് നമുക്ക് ആവശ്യം വരും. മുടിയൊക്കെ
കവറിനാക്കിങ്ങനെ കൂടുതൽ കൊണ്ടൊന്നുമില്ല വേണമെങ്കിൽ അവിടെ വാങ്ങിയാൽ മതി പ്രധാനപ്പെട്ട ഞാൻ ഉദ്ദേശിച്ചത് അത് മറന്നു നോക്കാൻ വെച്ചു പിന്നെ പിന്നെ പാത്രം കഴുകുന്നത് സംഭവം ഇപ്പോഴും പോവാണ് ഒരു സോപ്പ് കഴുകാൻ വേണ്ടിയിട്ട് കരണ്ടി ഇത് മറന്നു വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാട്ട കൈ മതി പിന്നെ ക്ലിപ്പ് കറുപ്പ് തന്നെ കറുപ്പ് വെള്ളയിൽ നിന്ന് വാങ്ങിയത് എന്താ വെച്ചാൽ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ട് കറുപ്പ് വെള്ളം വാങ്ങിയത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് നമ്മൾ ചെറുത്ത് ഇട്ടാൽ മാറിപ്പോകുമല്ലോ അങ്ങോട്ട് ഓരോ പെട്ടെന്ന് മാറിപ്പോകും വൈറ്റ് അല്ലേ എല്ലാം വൈറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാവും വിചാരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ക്ലിപ്പ് പിന്നെ എന്താ അതിൻ്റെ പെയിറ്റ് പിന്നെ ഇത് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നമുക്ക് എടുത്തിരിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ബാഗ് ആക്കിയതിലുള്ളത് ഇനി എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും ആവശ്യമോ ഞാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ ചെയ്തത് പിന്നെ ഇന്ന കാണിച്ചത് ഗവൺമെൻറ് ആശുപത്രിയിലാണ് ചേച്ചിനൊക്കെ പറഞ്ഞല്ലോ ഇവിടെ കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രി തന്നെ കാണിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങണോ വാങ്ങണ്ടേ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുന്ന പോലെ അപ്പം ഞങ്ങൾക്ക് അറിയുന്ന പോലെയാണ് ചെയ്തത് കാരണം ചേച്ചി